ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് മെഴുവള്ളി ബാമ്പുജിയുടെ ക്രൈം നോവലായ മറയൂർ. കരിമ്പിൻ തോട്ടങ്ങളെ ചുറ്റിയിളക്കി ഒരു കാറ്റു വീശി. അമ്മൻകുടത്തിലേതുപോലെ കരിമ്പിൻ പൂക്കുലുകൾ നിന്നു തുള്ളി. നെറ്റിയിലേക്ക് വീണ മുടിനാരുകൾ ഇടം കൈകൊണ്ട് പിന്നോട്ടൊതുക്കി ദുർഗ. പിന്നെ കരിമ്പിൻ ചണ്ടി ഒരു നീണ്ട കമ്പുകൊണ്ട് കൊപ്പറയ്ക്കിടയിലെ വലിയ കുഴിയെടുപ്പിലേക്ക് തള്ളിയിറക്കി. പൊട്ടിച്ചിതറിക്കൊണ്ട് ചണ്ടിയിൽ തീ പടർന്നു. നീ ഇങ്ങോട്ട് മാറു വേണ്ടേ, ഇനി ഞാൻ നീക്കിയിടാം. ശർക്കര ഷെഡിന്റെ മൂലയിലിരുന്ന് വിശ്രമിക്കുകയായിരുന്ന മീനാക്ഷി അമ്മ എഴുന്നേറ്റു. ലുങ്കിക്ക് പിന്നിൽ പറ്റിയിരുന്ന മണ്ണ് തട്ടിക്കളഞ്ഞു. വേണ്ടമ്മേ, ദുർഗ പറഞ്ഞു. പിന്നെ ഒരു കുത്തു ചണ്ടി കൂടി കമ്പുകൊണ്ട് നീക്കിയിട്ടു. ഷെഡിന് പുറത്ത് നേർത്ത പുക പോലെ മഞ്ഞ് തങ്ങി നിൽപ്പുണ്ട്. ഉച്ചച്ചൂടിലും അന്തരീക്ഷത്തിന് തണുപ്പിന്റെ പുതപ്പിട്ട പ്രതീതി. തെല്ലകലെ ചെല്ലൻ ക്രഷറിലേക്ക് കരിമ്പ് തള്ളിക്കൊടുക്കുന്നത് ദുർഗ കണ്ടു. ചതഞ്ഞൊഴുകുന്ന കരിമ്പിനീര് ഹോസ് വഴി ഡ്രമ്മിൽ എത്തിക്കൊണ്ടിരുന്നു. മീനാക്ഷി അമ്മ ഡ്രമ്മിലേക്ക് എത്തി നോക്കി. പിന്നെ ചെല്ലനോട് പറഞ്ഞു, ഒരു കെട്ട് കരിമ്പ് കൂടി മതിയടാ. ഓ, അവൻ കാക്കി നിക്കറിൽ കൈ തുടച്ചുകൊണ്ട് തിരിഞ്ഞു. തകരം കൊണ്ടുണ്ടാക്കിയ വലിയ കൊപ്പറയ്ക്ക് ചൂട് പിടിച്ചു തുടങ്ങിയിരുന്നു. ഒരു കെട്ട് കരിമ്പിന്റെ നീരുകൂടി എടുത്തിട്ട് ചെല്ലൻ ഷെഡിലേക്ക് വന്നു. മീനാക്ഷി അമ്മയുടെയും ദുർഗയുടെയും സഹായിയാണ് അവൻ. മൂവരും ചേർന്ന് കരിമ്പിനീര് കൊപ്പറയിലേക്ക് ചരിച്ചു. 4 മീറ്ററോളം വ്യാസമുള്ള കൊപ്പറയുടെ 1/4 ഭാഗത്തോളം കരിമ്പിനീര് നിറഞ്ഞു. മതി, മീനാക്ഷി അമ്മ ചെല്ലനോട് നിർദ്ദേശിച്ചു. ദാ ആ മൂലക്കിരിക്കുന്നു നിനക്കുള്ള ഭക്ഷണം, എടുത്തു കഴിക്ക്. ഓ, ചെല്ലൻ പുറത്തേക്കിറങ്ങി. അവിടെ ഒരു ബക്കറ്റിലിരുന്ന ഐസ് പോലെ തണുത്ത വെള്ളത്തിൽ കൈ കഴുകിയിട്ട് ചുറ്റും നോക്കി. എവിടെയും വിളഞ്ഞു കിടക്കുന്ന കരിമ്പിൻ പാടങ്ങൾ, കുന്നിമുകൾ മുതൽ താഴ്വര വരെ. കാന്തല്ലൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിനു പിന്നിലെ പാറക്കൂട്ടത്തെ ചുറ്റി ഒരു ലോറി കയറ്റം കയറി പോകുന്നു. 1 മാസത്തേക്കുള്ള പണി കാണും, അവൻ കണക്കുകൂട്ടി. ഷെഡിലേക്ക് കയറിയ ചെല്ലൻ അവിടെ അടുക്കി വെച്ചിരുന്ന ഉണ്ട ശർക്കര നിറച്ച ചാക്കുകൾ ഒന്നിൽ ചാരിയിരുന്ന് കഴിച്ചു തുടങ്ങി. 16 വയസ്സ് വരും അവന്. 4-5 വർഷം മുമ്പ് മധുരയിൽ നിന്നും കാന്തല്ലൂരിൽ ചേക്കേറിയതാണ് ആ അനാഥ പയ്യൻ. പിന്നെ മീനാക്ഷി അമ്മയുടെയും ദുർഗയുടെയും സഹായിയായി കൂടി. രാവിലെ പിടിച്ച ശർക്കരയുണ്ടയുടെ ഗന്ധം അവിടെ മാകെ നിറഞ്ഞിരുന്നു. കൊപ്പറയിൽ കരിമ്പിനീര് തിളച്ചു തുടങ്ങി. എന്തായി പിള്ളേരെ? ഒരു ശബ്ദം കേട്ട് മീനാക്ഷി അമ്മയും ദുർഗയും തിരിഞ്ഞു നോക്കി. അമരാവതി തള്ളയാണ് ഒരു വടിയും കുത്തി കയറി വരുന്നു. തിളച്ചു തുടങ്ങിയതേ ഉള്ള അമ്മച്ചി, ദുർഗ ചിരിച്ചു. തള്ള ഷെഡിൽ കയറി എളിയിൽ കൈകുത്തി കൊപ്പറയിലേക്ക് നോക്കി നിന്നു. നേരത്തെ തള്ളയ്ക്കും ശർക്കര ഉണ്ടാക്കുന്ന പണിയായിരുന്നു. ഒരു മകനുണ്ടായിരുന്നതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഒരു ദിവസം മറയൂര് പോയതാണ്, തിരിച്ചു വന്നില്ല. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഇതിന്ന് ഉണ്ട പിടിക്കുമ്പോ നേരെ ഇരുട്ടുമല്ലോ കൊച്ചേ, തള്ള കണക്കുകൂട്ടി. ആ, എന്നാലും അത്രയും കൂടെ അങ്ങ് തീരുമല്ലോ. ദുർഗ വീണ്ടും വീണ്ടും ചണ്ടി അടുപ്പിലേക്ക് തള്ളിക്കൊണ്ടിരുന്നു. ചുട്ടുപൊള്ളുന്ന ചൂട്. അവൾ ഹാഫ് സാരിയുടെ തുമ്പുകൊണ്ട് മുഖം തുടച്ചിട്ട് അത് എളിയിൽ തിരികെ വെച്ചു. തള്ള ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ അവളെ തന്നെ നോക്കി നിന്നു. ദുർഗയുടെ ഐശ്വര്യമുള്ള മുഖത്ത് വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടി നിൽക്കുന്നു. മറയൂർ ചന്ദനത്തിന്റെ നിറമുള്ള ദുർഗ. തള്ള ഓർത്തു, കാന്തല്ലൂരിൽ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണുണ്ടാകുമോ? കണ്ണുകൾ ചലിക്കുന്നത് കണ്ടാൽ 2 വലിയ മുത്തുകൾ പോലെ. ഇവൾക്കിത് എത്ര മീനാക്ഷി? തള്ള തിരക്കി. 20 നടപ്പാ, മീനാക്ഷി അമ്മ പറഞ്ഞു. തള്ള ഒന്ന് മൂളി. എങ്ങനെ കഴിയേണ്ടവരാ നിങ്ങള്? ഇരുവരും അതിന് മറുപടി പറഞ്ഞില്ല. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തള്ള പറഞ്ഞു, കുഴിയിലെ വാസുദേവൻ പറയുന്നത് കേട്ടല്ലോ, പിള്ളേരെ 10 വർഷം തടവിൽ കഴിഞ്ഞ കുറെ പേരെ സർക്കാർ തുറന്നു വിടുന്നെന്ന്. അക്കൂട്ടത്തിൽ നമ്മുടെ ശിവജിയും കാണുമോ? ഒരു നിമിഷം അവിടെ നിശബ്ദത പറഞ്ഞു. മീനാക്ഷി അമ്മയ്ക്ക് നെഞ്ചിൽ ഒരു കൊളുത്തു വീണതുപോലെ തോന്നി. ശിവജി, തന്റെ മകൻ. ചണ്ടി നീക്കിയിടുന്നത് മറന്ന് ദുർഗയും നിശ്ചലയായി. ഒരു നിമിഷം ഇരുവരുടെയും മനസ്സിൽ മിന്നൽ പിണർ പോലെ ഒരു മുഖം തെളിഞ്ഞു. ശിവജിയുടെ മുഖം. മീനാക്ഷി!
അമരാവതി തള്ളയുടെ ശബ്ദമാണ് ഇരുവരെയും ഉണർത്തിയത്. നീ എന്താടി മിണ്ടാത്തെ? അവൻ ജയിലിൽ പോയിട്ട് വർഷം 10 കഴിഞ്ഞില്ലേ? മീനാക്ഷിയമ്മ സങ്കടത്തോടെ മൂളി. 10 വർഷങ്ങൾ ഒക്കെ ഇന്നലത്തേതുപോലെ തോന്നിപ്പോകുന്നു. തള്ള ചണ്ടിക്ക് മീതെ ഇരുന്ന് ഒന്ന് മുറുക്കാനുള്ള വട്ടം കൂട്ടി തുടങ്ങി. കൊപ്പറയിൽ കരിമ്പിൻ ശരിക്കും തിളച്ചു മറിഞ്ഞു. വലിയ കുമിളകൾ നീരിനു മീതെ വന്നു പൊട്ടി. ഒപ്പം വെന്തു തുടങ്ങുന്ന കരിമ്പിൻ മധുരമുള്ള ഗന്ധം. ചെല്ലൻ ഓടിപ്പോയി ഒരു തേങ്ങ എടുത്തുകൊണ്ടുവന്നു. എവിടുന്നാടാ അത്? ഇങ്ങതാ. വൈകിട്ട് ചമ്മന്തി അരയ്ക്കാൻ. തള്ള കൈനീട്ടി. ഒന്ന് പോ കൊട്ടാവച്ചി. അവൻ മുഖം വക്രിച്ചു. പിന്നെ വെട്ടുകത്തി എടുത്ത് തേങ്ങ പൊതിച്ചു. പൊട്ടിച്ച് വെള്ളം കുടിച്ചിട്ട് 4 കഷ്ണങ്ങളാക്കി ഇളക്കിയെടുത്തു. അതിനിടെ പെറുപെറുത്തു. രാവിലെ തൊട്ടേ നോക്കി വെച്ചതാ തോട്ടത്തിലെ തെങ്ങിൻ ചോട്ടില്. അപ്പോഴാ തള്ളയുടെ ഒരു ചമ്മന്തി. അവൻ തേങ്ങാ കഷ്ണങ്ങൾ തിളച്ചു മറിയുന്ന കരിമ്പിൻ നീരിലേക്ക് ഇട്ടു. പിന്നെ നീണ്ട ചട്ടുകം എടുത്ത് കൊപ്പറയിൽ ഇളക്കാൻ തുടങ്ങി. അമരാവതി തള്ള വെറ്റിലയും അടക്കിയും വായിലിട്ടു. മീനാക്ഷിയമ്മ മകളുടെ കയ്യിൽ നിന്ന് കമ്പു വാങ്ങി ജോലി തുടങ്ങി. ചണ്ടിയല്ലാതെ മറ്റെന്തെങ്കിലും ഇട്ട് തീ കത്തിച്ചാൽ ശർക്കരയ്ക്ക് പുക ചുവയ്ക്കും. ആ, തള്ള പിറുപിറുത്തു. ഉപ്പ് തിന്നുന്നോ വെള്ളം കുടിക്കണ്ടേ? ശിവജിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? പൊടുന്നനെ മീനാക്ഷിയുടെ കണ്ണുകൾ കൂർത്തു. ചുണ്ട് വിറച്ചു. ഭാവം മാറി. ദേ തള്ളേ. ബാക്കി പറയാതെ അവർ കൈ ചൂണ്ടി. എന്താടി മോൻ ചെയ്തത് പറഞ്ഞപ്പോ നിനക്ക് നൊന്തോ? തള്ളയും വിട്ടുകൊടുത്തില്ല. അവൻ തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനാടി ജയിലിൽ പോയത്? നീ തന്നെ പറയടി. മീനാക്ഷിയമ്മ ചുണ്ടുകടിച്ച് രോഷമടക്കിക്കൊണ്ട് മകളെയും ഒന്ന് നോക്കി. അമ്മേ, അവൾ വിളിച്ചു. നാട്ടുകാർ വിശ്വസിക്കുന്നത് എന്തുമാട്ടെ, സത്യം എനിക്കും അറിയണം. ഇതുവരെ അമ്മ തുറന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മീനാക്ഷിയമ്മ അല്പനേരത്തേക്ക് മിണ്ടിയില്ല. രോഷം കുറഞ്ഞുമില്ല. ഞാൻ പറയാം. അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ മോൻ കുറ്റവാളിയല്ലെന്ന കാര്യം നിങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അവരുടെ പല്ലു ഞെരിഞ്ഞു. തള്ളയുടെയും ദുർഗയുടെയും നെറ്റി ചുളിഞ്ഞു. അമ്മയിൽ ഈ ഒരു മാറ്റം ആദ്യം കാണുകയാണെന്ന് ദുർഗ ഓർത്തു. ചെല്ലൻ തിളച്ചു പൊങ്ങുന്ന കരിമ്പിൻ നീരിൽ നിന്ന് ചട്ടുകത്തിൽ തേങ്ങാ കഷ്ണങ്ങൾ എടുത്ത് മാറ്റിവെച്ചു. അതിനിപ്പോൾ നേരിയ ചുവപ്പായിരുന്നു. പിന്നെ അവൻ പാനിയായി തുടങ്ങുന്ന കരിമ്പിൻ മീതെ ഒരു ചെറുപിടി കുമ്മായം വിതറി, ചെളി ഇളകാൻ. നിമിഷങ്ങൾ. കറുത്ത ചെളി തിളച്ചു പൊങ്ങി. ആ കാഴ്ച മീനാക്ഷിയുടെ ഉള്ളിലും കുത്തിമറിഞ്ഞു. ഇരുൾ വീണ താഴ്വാരത്ത് തീപ്പൊട്ടുകൾ പോലെ പന്തങ്ങളുടെ നീണ്ട നിര. അതിന്റെ മുൻനിരയിൽ നിന്നും മലമടക്കുകളിൽ പ്രതിധ്വനിക്കുന്ന ശിവജിയുടെ മുഴങ്ങുന്ന ശബ്ദം. ഇല്ല, ഞങ്ങൾ പൊറുക്കൂല. ഈ നാടിൻ മക്കൾ മരിച്ചെന്നാൽ 100 കണ്ടങ്ങൾ അത് ഏറ്റുവിളിക്കുന്നു. ഭൂമാഫിയകൾ വ്യാപകമായി സ്ഥലം വാങ്ങി യൂക്കാലിപ്റ്റസ് മരങ്ങൾ കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ അത് ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കും എന്ന തിരിച്ചറിവിൽ ശിവജിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനം. അത് ഉൾക്കണ്ണുകളിൽ കണ്ടുകൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞു തുടങ്ങി. ഈ കാന്തല്ലൂരിന്റെ പ്രകൃതി സമ്പത്ത് നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രകൃതി സ്നേഹിയായിരുന്നല്ലോ അവൻ. അവന്റെ അച്ഛനെ പോലെ ഏത് നല്ല കാര്യത്തിനും നേരെ നോക്കാതെ ആർക്കു വേണ്ടിയും ഇറങ്ങിത്തിരിക്കുന്നവൻ. മറയൂർ ചന്ദനക്കൊള്ളക്കാർക്ക് പോലും അവനെ ഭയമായിരുന്ന കാലം. കള്ളന്മാർ വനത്തിൽ കയറിയ അടുത്ത നിമിഷം അതറിയാൻ വേണ്ട സന്നാഹമൊക്കെ അവനുണ്ടായിരുന്നു. അവരുടെ ഒച്ച ഒന്ന് ചിലമ്പി. തള്ള ചുണ്ടിനുമീതെ വലതുകൈയുടെ നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് വെച്ചിട്ട് അതിനിടയിലൂടെ മുറുക്കാൻ നീട്ടിത്തുപ്പി. എന്നിട്ട് അവന്റെ കൂട്ടുകാരൻ, ഇന്നത്തെ നമ്മുടെ MLA ഗോപിദാസിന്റെ മകൻ ലെനിൻദാസ്. എനിക്ക് ശിവജിയേക്കാൾ സ്നേഹമായിരുന്നു ലെനിനോട്. അവനും എന്നെ അമ്മേന്നായിരുന്നു വിളിക്കാറ്. ഈ കൈകൾ കൊണ്ട് ഞാൻ എത്ര കാലം അവന് വെച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ തള്ളയ്ക്ക്? ഉള്ളു വിങ്ങുന്നത് പോലെ മീനാക്ഷി നെഞ്ചിൽ തടവി. ഒപ്പം കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അന്നത്തെ തെരഞ്ഞെടുപ്പ് കാലം. ഒരു രാത്രി ലെനിൻ വീട്ടിൽ വന്നു. ദുർഗ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ശിവജി അത്താഴം കഴിക്കുന്നു. ലെനിന്റെ മുഖത്തെ പരിഭ്രമം കണ്ട് എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് ശിവജി അത്താഴം പകുതിക്ക് നിർത്തി എഴുന്നേറ്റു. മീനാക്ഷി വല്ലാതൊന്നു തേങ്ങി. എന്റെ മോന് ഞാൻ അവസാനം വിളമ്പിക്കൊടുത്ത ചോറ അത്.
അമരാവതി തള്ളയും ദുർഗയും ശ്വാസം കഴിക്കാൻ പോലും മറന്ന ഭാവത്തിലാണ്. മീനാക്ഷി തുടർന്നു. ലെനിൻ ശിവജിയുടെ കൈ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തിന്റെ കോണിൽ നിന്ന് അല്പം നേരത്തെ സംസാരം. പിന്നെ മടങ്ങി വന്ന ശിവജി ഞാൻ ഇപ്പം വരാം അമ്മേ എന്ന് പറഞ്ഞ് വേഷം മാറി ലെനിന്റെ ഒപ്പം ജീപ്പിൽ കയറിപ്പോയി. മീനാക്ഷി അമ്മ വിവശയായതുപോലെ നിർത്തി. ക്ഷോഭവും സങ്കടവും കാരണം അവരുടെ നെഞ്ച് വല്ലാതെ ഉയർന്നു താണു. ചെല്ലൻ പാനിക്ക് മീതെ ഉയർന്ന ചെളി ഒരു കോരി കൊണ്ട് കോരി പുറത്തേക്ക് ഒഴുക്കിയാണ്. മീനാക്ഷി അമ്മ കൊപ്രക്കടിയിൽ കമ്പുകൊണ്ട് ഒന്ന് ഇളക്കി. തീപ്പൊരികളും പുകയും ഉയർന്നു പൊങ്ങി. അവരുടെ കണ്ണുകൾ മുളക് വീണതുപോലെ നീറി. പിറ്റേന്ന് ഞാൻ കേൾക്കുന്നത് മറയൂർ സ്റ്റാൻഡിലെ ഒരു ജീപ്പ് ഡ്രൈവറുടെ മകളെ കൊല ചെയ്ത കുറ്റത്തിന് എന്റെ ശിവജിയെ അറസ്റ്റ് ചെയ്തെന്നാണ്. തുറിച്ച കണ്ണുകളോടെ അമരാവതി തള്ളയും ദുർഗയും മീനാക്ഷി അമ്മയെ നോക്കി. അവർ തളർച്ചയോടെ തൂണിലേക്ക് ചാരി. കവിളിലൂടെ കണ്ണുനീരിന്റെ 2 ചാലുകൾ. ഗദ്ഗതത്തോടെ അവർ തുടർന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഗോപിദാസ് സാറിന്റെ വീട്ടിലേക്ക് ഓടി. പക്ഷേ എന്നെ ഒന്ന് കാണാൻ പോലും അയാൾ കൂട്ടാക്കിയില്ല. പ്രതീക്ഷയെല്ലാം തകർന്ന് മടങ്ങും വഴി ഗേറ്റിൽ വെച്ച് ലെനിനെ കണ്ടു. അവനാണ് പറഞ്ഞത് ശിവജി ആ പെണ്ണ് തമ്മിൽ അടുപ്പത്തിലായിരുന്നെന്നും അവൾ ഗർഭിണിയായിരുന്നെന്നും. മീനാക്ഷി പ്രയാസപ്പെട്ട് ശ്വാസം വലിച്ചു വിട്ടു. 2-3 വട്ടം ചുമച്ചു. സ്നേഹത്തിലായിരുന്നേ അവനെ അവളെ അങ്ങ് വിളിച്ചോണ്ട് പോന്ന പോരായിരുന്നോ എന്ന് ഞാൻ സംശയിച്ചു. അവന്റെ അച്ഛനില്ലേലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കത്തില്ലായിരുന്നോ? മീനാക്ഷി മൂക്ക് പിഴിഞ്ഞു. തള്ളയ്ക്ക് അറിയാമല്ലോ, ഈ കാന്തല്ലൂര് നല്ല നില കഴിഞ്ഞോരല്ലേ ഞങ്ങള്. അതെ എന്ന അർത്ഥത്തിൽ തള്ള തലയാട്ടി. എന്തു വന്നാലും ശിവജിയെ രക്ഷപ്പെടുത്തും എന്നൊരു ഉറപ്പും എനിക്ക് തന്നു ലെനിൻ. അത് ഞാൻ വിശ്വസിച്ചു. വക്കീലിന് കൊടുക്കാനും കേസ് നടത്താനും വേണ്ടി വിറ്റു തൊലച്ച് രൂപ എത്ര ലെനിന്റെ കൈ കൊടുത്തത്. കേസും തോറ്റു, കിടപ്പാടം പോയി, ഞങ്ങൾ കൂലിപ്പണിക്കാരുമായി. മീനാക്ഷി അമ്മ കൈലിയുടെ തുമ്പുയർത്തി കണ്ണുകൾ തുടച്ചു. ശരിക്കും ശിവജി തന്നെ ആയിരുന്നോ മീനാക്ഷി അവളെ? തള്ളയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു ദുർഗയ്ക്കും. സംഭവം നടക്കുമ്പോൾ അവൾ വെറും ഒരു 10 വയസ്സുകാരിയായിരുന്നല്ലോ. ആദ്യമൊക്കെ ജയിലിൽ പോയി കണ്ടപ്പോൾ ശിവജി എന്നോട് ഒന്നും പറഞ്ഞില്ല. ലെനിൻ നോക്കിക്കോളും, പേടിക്കണ്ട അമ്മേ എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ കേസ് തോറ്റു. ജീവപര്യന്തം തടവിന് വിധിച്ചപ്പോ മീനാക്ഷിയുടെ കയ്യിൽ നിന്നും കമ്പു വഴുതി വീണു. അവർ തൂണിൽ അള്ളി പിടിച്ചു. അപ്പോൾ എന്റെ മോൻ മനസ്സ് തുറന്നു. ആ പെണ്ണിനെ കൊന്നത് ലെനിനായിരുന്നു പോലും. തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോകുന്ന അവന്റെ അച്ഛന്റെ പ്രതിച്ഛായ തകരാതിരിക്കാൻ ആ കുറ്റം എന്റെ ശിവജിയുടെ തലയെ കെട്ടിവെക്കുകയായിരുന്നു, രക്ഷിക്കാമെന്ന ഉറപ്പിൽ. അതിന്റെ കാര്യമെന്താ? ചതിക്കാനല്ലായിരുന്നെങ്കിൽ മറയൂരെ ഏതെങ്കിലും കൊക്കയിൽ എറിഞ്ഞാ പോരായിരുന്നോ ആ ശവം? ദുർഗൻ തർക്കിച്ചു. ശരിയാ, പക്ഷേ ആ പെണ്ണിനെ ലെനിൻ പറഞ്ഞിട്ട് അവിടെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് ശിവജിയാ. അതിന് സാക്ഷികളുണ്ട്. കൂടാതെ ലെനിന്റെയും അവിടെയും കൂടിക്കാഴ്ച മറയൂർ സ്കൂളിന് പിന്നിലെ കുരിശുമലയിൽ വെച്ചല്ലായിരുന്നോ? അവിടെ വെച്ച് 1-2 പറഞ്ഞ് ലെനിനും ആ പെങ്കുച്ചും തമ്മിൽ വഴക്കായി. ലെനിൻ അവളുടെ കരണത്ത് ആഞ്ഞടിച്ചു. നില തെറ്റി അവൾ കരിമ്പാറയിൽ തലയിടിച്ചു വീണു. അബോധാവസ്ഥയിലായ അവളുടെ തലയിൽ അവൻ കല്ലുകൊണ്ട് അടിച്ചു കൊന്നു. അവിടെയുള്ള ഒരു മുനിയറയ്ക്കുള്ളിലാക്കി. കുന്നിൻചരിവിലെ ആദിവാസികൾ നിലവിളി കേട്ട് ഓടിയെത്തുമ്പോ കണ്ടത് ശിവജിയെ. ലെനിൻ ഓടി മറഞ്ഞിരുന്നു. തെളിവുകളും സാക്ഷികളും എല്ലാം ശിവജിക്കെതിര്. മീനാക്ഷിയമ്മ പറഞ്ഞു നിർത്തി. കഠിന വ്യഥയാൽ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നിട്ടും 2 തുള്ളികൾ കൂടി പുറത്തു ചാടി. അല്പനേരത്തെ മൗനം. കൊല്ലണം പെട്ടെന്നാണ് ദുർഗ പറഞ്ഞത്. തള്ളയും മീനാക്ഷിയും ഒന്നിച്ചു ഞെട്ടി. ആരെ? അവനെ, ലെനിനെ, അല്ലാതെ ആരെ? അവൾ പല്ലുകൾ കടിച്ചു ഞെരിച്ചു. കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി. മോളെ! മീനാക്ഷി അമ്പരന്നു. അതെ, ദുർഗ പറഞ്ഞു. ഒരവസരം കിട്ടിയാ എന്റെ ഏട്ടന് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. മീനാക്ഷിക്ക് മിണ്ടാനായില്ല. അമരാവതി തള്ള എഴുന്നേറ്റു. എടാ ചെല്ല, ഇച്ചിരി തേങ്ങ ഇങ്ങ് താടാ. അവർ കൈ നീട്ടി. അവൻ പെട്ടെന്ന് തേങ്ങ എടുത്തു. ഒരു കഷ്ണം കാക്കിനിക്കറിന്റെ പോക്കറ്റിൽ വെച്ചു. ഓരോന്നും ദുർഗയ്ക്കും മീനാക്ഷിക്കും നീട്ടി. വേണ്ട, അവർ വാങ്ങിയില്ല. അതും അവൻ പോക്കറ്റിലാക്കി. തള്ള പകുതി തിന്നാ മതി.
അവൻ ഒരു കഷ്ണത്തിന്റെ പകുതി അടർത്തി അവർക്ക് കൊടുത്തു. ബാക്കിയിൽ അവനും കടിച്ചു. തള്ള തിന്നാൻ ഭാവിക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു, പോയി വാ കഴുകു തള്ളേ. പിന്നെ ഇച്ചിരി വെറ്റക്കറ അകത്ത് പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലട ചക്ക. വെറ്റിലക്കറ പുരണ്ട പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് തള്ള തിന്നു തുടങ്ങി. കരിമ്പിൻ നീരിൽ കിടന്ന് വെന്ത തേങ്ങയ്ക്ക് ഒരു പ്രത്യേക രുചിയായിരുന്നു. തള്ള ചോദ്യം ആവർത്തിച്ചു, 10 കൊല്ലം കഴിഞ്ഞതുകൊണ്ട് ശിവജിയെ വിടുമായിരിക്കും അല്ലേടി മീനാക്ഷി? ആവോ, മീനാക്ഷി അമ്മ കൈ മലർത്തി. അഥവാ വിടാൻ തുടങ്ങിയാൽ തന്നെ ലെനിൻ സമ്മതിക്കുമോ? അച്ഛന് പകരം ഇത്തവണ അവനാ മത്സരിക്കുന്നതെന്ന് കേട്ടു. നേരം സന്ധ്യയോടടുക്കാറായി. താഴ്വരകളിൽ മഞ്ഞു കനത്തു തുടങ്ങി. പെട്ടെന്ന് ശർക്കര ഷെഡിന് താഴെ ഒരു ജീപ്പ് ഇരമ്പി വന്നു നിന്നു. അതിൽ നിന്നും 4-5 പേർ ഇറങ്ങി. റോഡിലൂടെ പോയ ഒരാളോട് അവർ എന്തോ തിരക്കുന്നതും അയാൾ ഷെഡിനു നേരെ കൈ ചൂണ്ടുന്നതും ദുർഗ കണ്ടു. അവൻ കരിമ്പ് വെട്ടിയ പാടത്തുകൂടി ഷെഡിലേക്ക് കയറി വന്നു. മീനാക്ഷി അമ്മ. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി. ഞാനാ. അവർ പുറത്തേക്കിറങ്ങി. ചെറുപ്പക്കാർ 5 പേരും അവരെ തൊഴുതു. നമസ്കാരം അമ്മേ, ഞാൻ ഗോകുൽ. പെരടിവെള്ളത്താണ് വീട്. ഇത്തവണ ഇവിടെ ലെനിൻ മത്സരിക്കുകയാണെങ്കിൽ ഞാനായിരിക്കും എതിർ സ്ഥാനാർത്ഥി. അമ്മ എന്നെ അനുഗ്രഹിക്കണം. പെട്ടെന്ന് അവൻ അവരുടെ കാൽ തൊടാൻ കുനിഞ്ഞു. മീനാക്ഷി അമ്മ അറിയാതെ പിന്നോട്ട് മാറി. ഞാൻ എന്തിന്? ശിവജിയുടെ അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ജയിക്കും, ഉറപ്പാ. മീനാക്ഷി അമ്മ ചകിതയായി. എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഗോകുലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ വിശദീകരിച്ചു. അമ്മയും ശിവജിയുടെ പെങ്ങളുമാണ് ഇത്തവണ ഞങ്ങളുടെ പ്രചാരണ പരിപാടികളുടെ ചുക്കാൻ. അവൻ ഇടം കണ്ണിട്ട് ദുർഗയെ ഒന്ന് നോക്കി. അടുപ്പിലെത്തി 2 ചെറു ജ്വാലകളായി അവളുടെ കണ്ണിൽ നിന്ന് എരിയുന്നു. നേരത്തെ ചിരിയോടെ അവൻ തുടർന്നു. ലെനിൻ കാരണമാണ് ശിവജി ജയിലിൽ പോയതെന്ന് ഞങ്ങൾക്കറിയാം. ഇക്കാര്യങ്ങൾ നിങ്ങൾ അമ്മയും മകളും ഈ മണ്ഡലത്തിലെ സമ്മതിദായകരുടെ മുന്നിൽ വിളിച്ചു പറയണം. വോട്ട് മറിയും, തീർച്ച. മാത്രമല്ല, നിങ്ങൾക്ക് ലെനിനോട് പകരം വീട്ടാനുള്ള അവസരം കൂടിയാണിത്. വേണ്ട. എല്ലാം കേട്ടു നിന്ന ദുർഗ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ഒരു പ്രചാരണ പരിപാടിക്കും ഞങ്ങളെ പ്രതീക്ഷിക്കണ്ട. പെങ്ങളെ ഗോകുൽ അമ്പരപ്പിൽ വിളിച്ചു. അതെ, പെങ്ങള് തന്നെയാ പറയുന്നേ. ഞങ്ങളൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ, ആങ്ങളമാർക്ക് പോകാം. മുഖമടച്ച് അടിയേറ്റതുപോലെ ആഗതൻ വിളറിപ്പോയി. അവളുടെ വാക്കുകൾക്ക് അടുപ്പിലെ തീയേക്കാൾ ചൂടേറി. ദുർഗ കൈ ചൂണ്ടി. ലെനിൻ കാരണമാണ് എന്റെ ചേട്ടൻ ജയിലിൽ പോയതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നിട്ട് ഇത്രയും കാലം എന്താ നിങ്ങളിത് തുറന്നു പറയാഞ്ഞത്? ഏട്ടനെ ജയിലിൽ നിന്നിറക്കാൻ ശ്രമിക്കാഞ്ഞത്? പിന്നെ ഇപ്പോഴീ സ്നേഹം, അത് വന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. ചെറുപ്പക്കാർക്ക് ദേഷ്യം വന്നു. പക്ഷേ അവർ അടക്കി. പെട്ടെന്നൊരു മറുപടി പറയണ്ടമ്മേ, ഞങ്ങൾ വീണ്ടും വരാം. അമ്മ ഒന്നുകൂടി ചിന്തിച്ചു നോക്ക്. പിന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഒറ്റ ദിവസം പോലും ശിവജിക്ക് അകത്ത് കിടക്കേണ്ടി വരില്ല. ഞങ്ങൾക്ക് ചിന്തിക്കാനൊന്നുമില്ല, ദുർഗ വെട്ടി തുറന്നു പറഞ്ഞു. ഇന്ന് വരെ ഒരു സഹായവും ചോദിച്ച് ഞങ്ങൾ നിങ്ങളുടെ ആരുടെയും അടുത്ത് വന്നിട്ടില്ല, ഇനി വരത്തുമില്ല. അതുകൊണ്ട് ഞങ്ങളെയും ബുദ്ധിമുട്ടിപ്പിക്കരുത്. ആഗതർ അവർ അറിയാതെ കടപ്പലുകൾ നെരിച്ചു. മീനാക്ഷി അമ്മയെ ഒന്നുകൂടി തൊഴുതിട്ട് മടങ്ങി. എന്നാലും നീ അവരോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. മീനാക്ഷി മകളെ കുറ്റപ്പെടുത്തി. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? സ്വീകരിച്ചിരുത്തി വീശി കൊടുക്കണമായിരുന്നോ? ദുർഗ ജ്വലിച്ചു. ചെന്നായ്ക്കൾ നമ്മളെ വിറ്റ് വോട്ട് തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു, നാറികൾ. അവൾ കാറിത്തുപ്പി. ഇരുൾ വീണു. ചെല്ലൻ റാന്തൽ വിളക്ക് കത്തിച്ച് ഒരു കൊളുത്തിൽ തൂക്കി. ഞാൻ പോവുക പിള്ളാരെ, അല്ലേല് വല്ല പാമ്പും വഴി കിടന്നാലും അറിയത്തില്ല. അമരാവതിത്തുള്ള യാത്ര പറഞ്ഞു. മീനാക്ഷി ഷെഡിൽ കയറി. ചട്ടുകത്തിൽ അല്പം പാനി കോരി വിരൽ കൊണ്ട് തൊട്ടു നോക്കി. കുറച്ചുകൂടി അടുപ്പിൽ കിടക്കേണ്ടി വരും. വെളുത്ത ഒരു കുട കമഴ്ത്തി വെച്ച പോലെ ചുറ്റും കോടമഞ്ഞ് നിറഞ്ഞു. മഞ്ഞ ലൈറ്റുകൾ തെളിച്ചുകൊണ്ട് ഒരു വാഹനം കയറ്റം കയറി വന്നു. അതും ഷെഡിനു താഴെ നിന്നു. വേറെ ആരാണ്ട് വരുന്നു. ചെല്ലൻ പെറുപിറുത്തു. മീനാക്ഷിയും ദുർഗയും റോഡിലേക്ക് നോക്കി. മഞ്ഞിനും ഇരുളിനുമിടയിൽ 2 നിഴൽ രൂപങ്ങൾ. അവൾ ഷെഡിലേക്ക് വന്നു. റാന്തൽ വിളക്കിന്റെ വെളിച്ചം ആദ്യത്തെ ആളിന്റെ മുഖത്തടിച്ചു. തിളച്ച പാനി മുഖത്തേക്ക് തെറിച്ചതുപോലെ മീനാക്ഷിയമ്മ ഒന്ന് ഞെട്ടി. ലെനിൻ, ലെനിൻ ദാസ്.
അമ്മച്ചിക്ക് എന്നെ മനസ്സിലായോ? അവൻ ചിരിച്ചുകൊണ്ട് കോട്ടൺ ഷർട്ടിന്റെ പിൻഭാഗം ഒന്ന് ഉയർത്തിയിട്ടു. മീനാക്ഷി മിണ്ടിയില്ല. ഇവൻ ഒരുപാട് മാറിയിരിക്കുന്നു. അവർ ഓർത്തു. തന്റെ ശിവജിയുടെ പ്രായം ഇപ്പോ 30 വയസ്സ് കാണും. ദുർഗ അല്ലേ? അവൻ തിരിഞ്ഞ് അവളെ അടിമുടി ഒന്ന് നോക്കി. ഒത്തിരി കാലമായി നിന്നെയും കണ്ടിട്ട്. നീ അങ്ങനെ വളർന്ന് വലിയ പെണ്ണായി. ദുർഗ വെറുപ്പോടെ മുഖം വെട്ടിച്ചു. പിന്നിൽ നിന്നിരുന്നവനും വെളിച്ചത്തിലേക്ക് വന്നു. അപ്പോഴാണ് ഇരുവരും ആ മുഖം കണ്ടത്. തിരുമൂർത്തി, മറയൂരെ കുപ്രസിദ്ധ ഗുണ്ട. ഞാൻ വന്നത്... ലെനിൻ ബാക്കി പറയും മുമ്പ് റോഡിൽ കൂടി ഒരു ഓട്ടോ കൂടി വന്നു നിന്നു. ലെനിന്റെ നെറ്റി ചുളിഞ്ഞു. മൂർത്തി, മുന്നറിയിപ്പ് പോലെ അവൻ വിളിച്ചു. മനസ്സിലായ മട്ടിൽ മൂർത്തി തലയാട്ടി. ഓട്ടോ മടങ്ങിപ്പോയി. തെല്ല് കഴിഞ്ഞ് ഒരു രൂപം ഷെഡിലേക്ക് ഓടിയെത്തി. ഒരു പെണ്ണ്, സൽവാർ കമ്മീസ് വേഷം. ദുർഗ അത്ഭുതത്തോടെ അവളെ നോക്കി. ആര്യവൾ? എന്നാൽ മറ്റാരെയും ശ്രദ്ധിക്കാതെ അവൾ ലെനിന്റെ നേരെ തട്ടിക്കയറി. ഇന്ന് ഉച്ച മുതൽ നിങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു ഞാൻ. കിതപ്പ് കാരണം അവളുടെ നെഞ്ച് വല്ലാതെ ഉയർന്നു താണു. എന്തിന്? നിന്നെ ഞാൻ ക്ഷണിച്ചോടി നായന്റെ മോളെ. അലറിക്കൊണ്ട് ലെനിൻ അവളുടെ നേരെ വെട്ടിത്തിരിഞ്ഞു. ഓഹോ, അവൾ പുച്ഛിച്ചു. നിങ്ങൾ ഒരുപാട് ക്ഷണിച്ചിട്ടുണ്ടല്ലോ എന്നെ. ഔട്ട് ഹൗസിലേക്ക്, ഹോട്ടലിലേക്ക്, കരിമ്പൻ തോട്ടത്തിലേക്ക്. ഇപ്പൊ പിന്നെന്താ ഒരു സ്വരമാറ്റം? ഞാൻ ഗർഭിണിയായതുകൊണ്ടാണോ? അവൾ അവന്റെ നേർക്ക് കൈ ചൂണ്ടി. ലെനിൻ വിളറിപ്പോയി. അവൾ തുടർന്നു. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, എല്ലാം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് ഞാൻ. ഇനി അങ്ങോട്ടൊരു മടക്കയാത്രയില്ല. ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭാര്യയായിട്ട് മാത്രം. എടീ! തിരുമൂർത്തി അവളെ വിലക്കാനാഞ്ഞു. താൻ പോടൂ. എനിക്ക് സംസാരിക്കാനുള്ളത് ലെനിനോടാ. ഇയാ പറയട്ടെ തീരുമാനം. മീനാക്ഷി അമ്മയുടെയും ദുർഗയുടെയും മുന്നിൽ വെച്ചുള്ള ഈ സംസാരം ലെനിന് പെരുത്തു കയറി. നീ വാ പറയട്ടെ. അവൻ പുറത്തേക്ക് നടക്കാനാഞ്ഞു. വേണ്ട, അവൾ എതിർത്തു. പറച്ചിലൊക്കെ ഇവിടെ വെച്ച് മതി, ഈ വെളിച്ചത്തിൽ. സുനന്ദേ! അവൻ ഗർജിച്ചു. അതെ, സുനന്ദ തന്നെ. അവൾ ചീറി. നിങ്ങൾ പറയാൻ പോകുന്നത് എന്തെന്ന് എനിക്കറിയാം. ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ കെട്ടിക്കോളാമെന്ന് അല്ലേ? അത് നടക്കത്തില്ല. ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കും. സങ്കടവും ദേഷ്യവും അവളുടെ വാക്കുകളിൽ തിങ്ങി. ഒരു പെണ്ണിനെ കൊന്ന് മുനേറയിലിട്ടതും മറ്റൊരാളെ അതിന്റെ പേര് ജയിലിലാക്കിയതും പഴങ്കഥ. ഈ സുനന്ദയുടെ മുന്നിൽ അതൊന്നും വിലപ്പോവില്ല. ലെനിന്റെ മുഖത്തൊരു ക്രൂരഭാവം മിന്നി. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? ഇക്കാര്യത്തിലില്ല. അവൻ അവളുടെ തൊട്ടു മുന്നിലെത്തി. ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഉറച്ച തീരുമാനമാണോടി? അതെ, എനിക്ക് എന്റെ വിജയമാണ് വലുത്. അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യും. ഭീഷണിയാണോ? അതേടി. മീനാക്ഷി അമ്മയ്ക്കും ദുർഗയ്ക്കും ഭീതി തോന്നി. അവർക്ക് മിണ്ടാനായില്ല. നിന്നെ കൊല്ലണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അഥവാ തീരുമാനിച്ചാൽ... എന്റെ ശബ്ദം പാറയിൽ ലോഹം കൊണ്ട് ഉരസുന്നത് പോലെയായി. സമയവും കാലവും ഒന്നും നോക്കില്ല ഞാൻ. മറ്റുള്ളവർ കാണും എന്ന പേടിയും എനിക്കില്ല. നീ മടങ്ങിപ്പോകുന്നോ ഇല്ലയോ? ഇല്ല. അവൾ പല്ലമർത്തി. നിന്നെ ഞാൻ കെട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീടിന് മുന്നിൽ ഞാൻ സത്യാഗ്രഹം ഇരിക്കും. എന്റെ ഗർഭത്തിന് സമാധാനം പറയുന്നത് വരെ. ഈ ഇലക്ഷനിൽ നിങ്ങൾ തോൽക്കും, ഞാൻ തോൽപ്പിക്കും. ലെന്റെ മുഖം വീണ്ടും മുറുകി. കണ്ണുകളിൽ പകയുടെ കനലുകൾ ഇളകി. അപ്പോ ഒത്തുതീർപ്പിന് നീ ഒരുക്കമല്ല. വിവാഹം ഒഴിച്ച് മറ്റൊന്നിനും. അവൾക്ക് കൂസലില്ല. എങ്കിൽ അവൻ വിളിച്ചു. തിരുമൂർത്തി! വിളി കേട്ടതും ഒറ്റ കുതിപ്പിന് മൂർത്തി അവളെ വട്ടം പിടിച്ചു. വിടാടാ, എന്നെ വിടാൻ! സുനന്ദ കുതറി. അടുത്ത നിമിഷം ലെനിൻ കുനിഞ്ഞ് അവളുടെ കാലിൽ പിടിച്ചുയർത്തി. മീനാക്ഷി അമ്മയും ദുർഗയും വിറച്ചുപോയി. ലെനിൻ! മീനാക്ഷി എന്തോ പറയാനാഞ്ഞു. ചെല്ലൻ ഭയന്ന് ഇറങ്ങി ഓടി. സുനന്ദേ, ഇനി ഈ മറയൂരിൽ നീ വേണ്ട. പറഞ്ഞതും അവർ ഇരുവരും ചേർന്ന് അവളെ തിളച്ചു മറിയുന്ന പാനിയിലേക്ക് ഒറ്റയേറ്. പാനി 4 പാടും ചിതറി തെറിച്ചു. കുറെ അവളുടെ ശരീരത്തിലേക്ക് വീണ് പൊള്ളി. അയ്യോ! മീനാക്ഷി അമ്മയുടെയും
ദുർഗയുടെയും നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. ഒരു പാമ്പിനെ പോലെ സുനന്ദ കൊപ്പറയിൽ കിടന്ന് പിടഞ്ഞു. ലെനിൻ! സുനന്ദ അലറിപ്പിടഞ്ഞു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. തിളച്ച പാനിയിൽ കൈകാൽ തല്ലിപ്പിടഞ്ഞ് സുനന്ദ മരണവെപ്രാളത്തോടെ എഴുന്നേൽക്കാനാഞ്ഞു. പക്ഷേ പായലിൽ എന്നവണ്ണം കൈകൾ തെന്നിപ്പോയി. അവൾ വീണ്ടും കൊപ്പറയിലേക്ക് തന്നെ വീണു. മീനാക്ഷി അമ്മയുടെയും ദുർഗയുടെയും കണ്ണുകൾ ഭയന്ന് പുറത്തേക്ക് തള്ളി വന്നു. നിലവിളിക്കാൻ അവർക്ക് ശബ്ദം കിട്ടിയില്ല. ദുർഗ ഭയന്ന് മീനാക്ഷിയെ അള്ളിപ്പിടിച്ചു. വെട്ടിപ്പിടയുകയായിരുന്നു സുനന്ദ, ചേറ്റിൽ ശിരസറ്റ ചീങ്കണ്ണി പിടയും പോലെ. പിന്നീട് അവൾ നിലവിളിച്ചില്ല. അവളുടെ കണ്ണിലും മൂക്കിലും വായിലുമെല്ലാം പാനി തള്ളിക്കയറി. ക്രൂരമായ ഒരാനന്ദത്തോടെ അത് നോക്കി നിൽക്കുകയായിരുന്നു ലെനിൻ ദാസും തിരുമൂർത്തിയും. നിമിഷങ്ങൾ കഴിയുന്തോറും സുനന്ദയുടെ ചലനം നിലച്ചുകൊണ്ടിരുന്നു. തിളയ്ക്കുന്ന പാനിയിലെ കുമിളകൾക്കൊപ്പം അവളുടെ വായിൽ നിന്ന് ഒരു കുമിള കൂടി പാനിപ്പരപ്പിനു മീതെ ഉയർന്നു പൊട്ടി. ആ ക്രൂര ദൃശ്യമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ആദ്യം ഉണർന്നത് ദുർഗയാണ്. അവൾ അമ്മയെ തള്ളി മാറ്റി. സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടതുപോലെ ചുറ്റും, പിന്നെ കൊപ്പറയ്ക്കുള്ളിലേക്കും അവൾ തുറച്ചു നോക്കി. ശർക്കരയിൽ തീർത്ത ഒരു മനുഷ്യരൂപമായി കൊപ്പറയ്ക്കുള്ളിൽ സുനന്ദ. ചത്തു വീർത്തു കിടക്കുന്ന ഒരു വലിയ തവളയെ പോലെയാണ് ദുർഗയ്ക്ക് തോന്നിയത്. ആ അയ്യോ! അപ്രതീക്ഷിതമായി ആ നിശബ്ദതയിൽ ഒറ്റ അലർച്ചയായിരുന്നു അവൾ. കരിമ്പിൻ തോട്ടങ്ങളെ ആ ശബ്ദം പിടിച്ചുലച്ചു. പട്ടിച്ചി, മിണ്ടരുത്! ലെനിൻദാസ് മുന്നോട്ട് കുതിച്ചു. മിണ്ടിയാൽ ഇവളെ പോലെ ഇതിനുള്ളിൽ കിടന്ന് വെന്ത് നീയും അങ്ങേ ലോകത്തേക്ക് പോകും. പുലി മുരളും പോലെയുള്ള ശബ്ദം. ദുർഗയുടെ തുറന്ന വായി അങ്ങനെ തന്നെയിരുന്നു. എന്നാലും ലെനിനെ നീ... വല്ല വിധേനയും മിടയിറക്കിക്കൊണ്ട് മീനാക്ഷിയമ്മ അവന്റെ നേരെ കൈ ചൂണ്ടി. അതെ, അവൻ വല്ലാത്ത ഭാവത്തിൽ പല്ലലിച്ചു. ഞാൻ കൊന്നു. നിങ്ങൾ കണ്ടതല്ലേ? ഇതാണ് ലെനിൻ. എന്നെ അനുസരിക്കാത്തവർക്കുള്ള മറുപടി ഇങ്ങനെയൊക്കെയാ. അതോർത്ത നിങ്ങൾക്ക് നല്ലത്. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. പിന്നെ അടുപ്പിനരികിൽ കുനിഞ്ഞിരുന്ന് തീ പിടിച്ച ആ ചണ്ടിയിൽ നിന്നും സിഗരറ്റ് കത്തിച്ചു. ആസ്വദിച്ച് 2 കവിൾ പുക കൂടി വിഴുങ്ങിയതിനു ശേഷമാണ് ബാക്കി പറഞ്ഞത്. തള്ളേ മോള് നോക്ക്, സുനന്ദ എന്ന ഈ പെണ്ണ് ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ ഇവളെ കണ്ടിട്ടില്ല. ഇവൾ മരിച്ചിട്ടില്ല. മനസ്സിലായോ? അവന്റെ പല്ലുകൾ ഞെരിയുന്ന ശബ്ദം അവർ ഇരുവരും കേട്ടു. അല്ലാതെ ഇവിടെ നടന്നതൊക്കെ ആരോടെങ്കിലും പറയാൻ തോന്നിയാൽ നാളെ നിങ്ങളും കാണത്തില്ല, ഈ ശർക്കര ഷെഡും കാണത്തില്ല. ലെനിൻ, നീ... മീനാക്ഷി അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. വേണ്ട, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. ദുർഗ പൊടുന്നനെ പൊട്ടിത്തെറിച്ചു. നിങ്ങൾ പറയുന്നത് കേൾക്ക ഞങ്ങൾ നിങ്ങളുടെ വേലക്കാരൊന്നുമല്ല. ഓഹോ! ലെനിൻ പുച്ഛഭാവത്തിൽ അവൾക്ക് നേരെ തിരിഞ്ഞു. ആര് പറഞ്ഞടി പുല്ലേ നീ എന്റെ വേലക്കാരിയല്ലെന്ന്? നീ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, ഇത് ആരുടേതാ? നീ ഇപ്പോ ശർക്കര ഉണ്ടാക്കുന്ന ഈ കരിമ്പ് ആരുടേതാ? ഒക്കെ എന്റേത് തന്നെയാണടി. പുറത്ത് ആർക്കും അതറിയില്ലെന്ന് മാത്രം. ദുർഗയ്ക്കും മീനാക്ഷി അമ്മയ്ക്കും അത് പുതിയ അറിവായിരുന്നു. ഗർവോടെ അവൻ തുടർന്നു. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ശിവജി എന്തെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ അവനെ ഒരു നോക്ക് കാണണമെന്ന് രണ്ടാൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. മനസ്സിലായോ? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ദുർഗയ്ക്ക് സങ്കടവും കോപവും ഒന്നിച്ചുണ്ടായി. നിങ്ങളല്ലടി, ഞാൻ നോക്കും. എനിക്ക് എന്തെങ്കിലും പന്തികേട് തോന്നിയാ പിന്നെ നീയില്ല. ചുമ്മാതങ്ങ് കൊല്ലത്തില്ല നിന്നെ ഞാൻ. നീ ധരിച്ചിരിക്കുന്ന ഈ ഉടുതുണി ഉണ്ടല്ലോ, മരിക്കുമ്പോ അതൊന്നും കാണത്തില്ല മോടെ ഈ സുന്ദര മേനിയില്. ചത്തടങ്ങുന്നതിനു മുമ്പ് ഒരു സ്ത്രീ അനുഭവിക്കേണ്ടതും അതിനപ്പുറവും നിന്നെ ഞാൻ അനുഭവിപ്പിച്ചിരിക്കും. കേട്ടോടി പന്ന! ഒരു പുഴുത്ത തെറി പറഞ്ഞുകൊണ്ട് ലെനിൻ പിന്നിലേക്ക് കൈകടത്തി അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. പിന്നെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് ഒരു കവിൾ സിഗരറ്റ് പുക അവളുടെ മുഖത്തേക്ക് ഊതി. ദുർഗ കുതറിക്കൊണ്ട് ചുമച്ചു. ലെനിൻ, എന്റെ മോളെവിടെടാ? മീനാക്ഷി അമ്മ ഇടയ്ക്ക് കയറി. വിടാം, പക്ഷേ പുറത്ത് ആരെങ്കിലും ഇത് അറിഞ്ഞാൽ... പറയത്തില്ല, ഒറ്റ ആളോടും ഞങ്ങളിത് പറയത്തില്ല. അവർ സമ്മതിച്ചു. അങ്ങനെയായ നിങ്ങൾക്ക് നല്ലത്. ലെനിൻ ദുർഗയെ ശക്തിയോടെ പിന്നോട്ട് തള്ളി. കരിമ്പിൻ ചണ്ടിക്ക് മീതെ അവൾ മലർന്നു വീണു. വെറും ഒരു കാഴ്ചക്കാരനായി കൈകെട്ടി നിൽക്കുകയായിരുന്നു
തിരുമൂർത്തി. ആ പിന്നെ, പെട്ടെന്ന് ഓർമ്മിച്ചതുപോലെ ലെനിൻ തുടർന്നു. ഇവിടെ നിന്ന് ഓടിപ്പോയ ആ നരന്ത് പയ്യനുണ്ടല്ലോ, അവനെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം. അല്ലെങ്കിൽ ഈ കൊപ്പറയ്ക്കടിയിലായിരിക്കും അവന്റെ ഒടുക്കത്തെ ഉറക്കം. മീനാക്ഷി അമ്മ ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദുർഗ എഴുന്നേറ്റ് തലകുനിച്ചു നിന്നു. മൂർത്തി, ലെനിൻ വിളിച്ചു. ഈ ശവം വലിച്ചു പുറത്തിട്. തിരുമൂർത്തി ചട്ടുകമെടുത്തു. അത് സുനന്ദയുടെ ശരീരത്തിനടിയിലേക്ക് കടത്തി ഉയർത്തി. പിന്നെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്കിട്ടു. അപ്പോൾ സുനന്ദയുടെ ശരീരത്തിലെ കുറെ മാംസം കൂടി ഇറന്നു വീണു. ഓ! മീനാക്ഷിയമ്മയും ദുർഗയും മുഖം തിരിച്ചു. പായയിൽ സുനന്ദയുടെ ചെരുപ്പുകൾ കിടക്കുന്നത് അവർ കണ്ടു. മൂർത്തി അതും തോണ്ടി തറയിലിട്ടു. പിന്നെ അടുപ്പിലേക്ക് തള്ളി. ഇവളെ മന്നവൻ ചോലയിലെ ഡാമിൽ തള്ളിയേരടാ. അവിടെ ആകട്ടെ ഇവൾക്ക് സമാധി. ലെനിന്റെ കൽപ്പന. മൂർത്തി ചുറ്റു നോക്കി. ശർക്കര പിടിച്ചു വെക്കാൻ കൊണ്ടിട്ട ചാക്കുകളിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി. അവയിൽ 2-3 അയാൾ നിവർത്തിയിട്ടു. അതിലേക്ക് സുനന്ദയുടെ ശരീരം ചവിട്ടി തള്ളി. അപ്പോഴും കുറേയേറെ മാംസം എറിന്നു വീണു. അതെല്ലാം ഒരു കമ്പുകൊണ്ട് നീക്കി അയാൾ ചാക്കിലാക്കി. പിന്നെ ചാക്ക് ചുരുട്ടി ആ ശരീരം പൊതിഞ്ഞു. വാടിയ കരിമ്പോലകൾ ചേർത്ത് 4-5 കെട്ടും കെട്ടി. പിന്നെ അത് കുനിഞ്ഞെടുത്ത് തോളിലേറ്റി മഞ്ഞിലൂടെ ജീപ്പിന് നേരെ നടന്നു. അല്പം മാംസം കൂടി അവിടെ കിടക്കുന്നത് ലെനിൻ കണ്ടു. ചെരുപ്പ് കൊണ്ട് തട്ടി അവനത് അടുപ്പിലാക്കി. മാംസം കത്തിക്കരിയുന്ന രൂക്ഷഗന്ധം അവിടെ പരന്നു. നോക്ക്, ഈ പാനി ശർക്കര ഉണ്ടാക്കാതെ കളഞ്ഞേക്കരുത്. കരിമ്പ് വിലയ്ക്ക് വാങ്ങിയവന് സംശയം തോന്നും. മനസ്സിലായോ? അവൻ ഇരുവരെയും നോക്കി. മീനാക്ഷിയമ്മ തലയാട്ടി. ദുർഗയെ അടിമുടി ശ്രദ്ധിച്ച് അമർത്തി മൂളിക്കൊണ്ട് അവനും ഷെഡിൽ നിന്നിറങ്ങി. ഇരുവർക്കും ശ്വാസം നേരെ വീണത് അപ്പോഴാണ്. എന്നാൽ പെട്ടെന്ന് ലെനിൻ മടങ്ങി വന്നു. ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം പറയാനായിരുന്നു. അത് മറന്നു. ഇത്തവണ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാ ഞാൻ. 2 പേരും എനിക്ക് വോട്ട് ചെയ്യണം. പിന്നെ കുറച്ചു മുമ്പ് ആ ഗോകുൽ ഇവിടെ വന്നെന്നറിഞ്ഞു. എനിക്കെതിരെ നിങ്ങളെ പ്രചാരണത്തിനിറക്കാൻ. തലയിൽ വലിയ ഗുളികന് മുതിച്ച് 2 ആൾക്കും അങ്ങനെയൊന്നും തോന്നിയേക്കരുത്. തോന്നിയാൽ നേരത്തെ പറഞ്ഞത് അക്ഷരം പ്രതി സംഭവിച്ചിരിക്കും. ഓർത്തോ? മുണ്ട് മടക്കി കുത്തി അവൻ ഇറങ്ങിപ്പോയി. ഒരേ എങ്ങളോടെ മീനാക്ഷിയമ്മ തറയിൽ കുത്തിയിരുന്നു. എന്റെ ശ്രീമലയാളത്ത് ഭഗതിയമ്മേ, ഞങ്ങളെ പരീക്ഷിച്ചത് മതിയായില്ലേ? കരയാതമ്മേ, ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ടാകും കൂടെ. നമുക്ക് ഈ വിവരം കാണിച്ച് പോലീസിൽ പരാതിപ്പെടാം. തീക്കൊള്ളി കൊണ്ട് കുത്തേറ്റതുപോലെ പിടഞ്ഞുപോയി മീനാക്ഷിയമ്മ. മോളെ, അവൻ പറഞ്ഞിട്ട് പോയത് നീ ഇത്ര വേഗം മറന്നോ? എന്തും ചെയ്യാൻ മടിക്കാത്തവനാണവൻ. നമ്മ കണ്ടതല്ലേ? എന്നാലും അമ്മേ, ദുർഗ സങ്കടപ്പെട്ടു. എന്നെ പോലൊരു പെണ്ണല്ലായിരുന്നു ആ സുനന്ദയും. അവളെ ഒക്കെ നേരാ. പക്ഷേ ഈ കാന്തല്ലൂരോ മറയൂരോ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. അത് മറക്കണ്ട. ദുർഗ പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ തല വെട്ടിച്ചു. എങ്കിലും പിന്നെ ഒന്നും പറഞ്ഞില്ല അവൾ. അല്പം മുമ്പ് നടന്ന സംഭവം ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ? മായാതെ മനസ്സിൽ നിൽക്കുകയാണത്. പാനി തടിപ്പെട്ടിയിലേക്ക് ഒഴിച്ച് ശർക്കരയുണ്ട പിടിക്കാനുള്ള നേരമായി. പക്ഷേ കോപ്പറയിലേക്ക് നോക്കാൻ പോലും ഇരുവരും ഭയന്നു. ചേച്ചി, പതുങ്ങി പതുങ്ങി ചെല്ലൻ ഷെഡിനടുത്തെത്തി. അകത്തേക്ക് തല നീട്ടി. അവര് പോയോ? പോയി, നീ വാ. ദുർഗ സ്വയം നിയന്ത്രിച്ചു. മീനാക്ഷി ഇടത് കൈപ്പത്തിയുടെ പുറം കൊണ്ട് കണ്ണീർ തുടച്ചു. ആ പെണ്ണിനെ അവര് കൊന്നോ ചേച്ചി? ദുർഗ മിണ്ടിയില്ല. അവര് നമ്മളെയും കൊല്ലുമോ? ഇല്ല. അറച്ചറച്ച് അവൻ അകത്തെത്തി. റാന്തൽ വിളക്കിന്റെ തിരി നീട്ടിവെച്ചു. മഞ്ഞ് മെല്ലെ മെല്ലെ ഷെഡിലെ കാഴ്ചയും മറയ്ക്കുകയാണ്. ഈ പാനി എന്തു ചെയ്യും മോളെ? അവൻ പറഞ്ഞതുപോലെ. മീനാക്ഷിയമ്മ പൂർത്തിയാക്കാൻ ദുർഗ സമ്മതിച്ചില്ല. അവൾ ചീറി. ആ നീചൻ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് ശർക്കര പിടിക്കാനോ എന്നിട്ടത് ജനങ്ങൾക്ക് കൊടുക്കാനോ നടക്കത്തില്ല. അവൻ കൊന്നാ പോലും. നീതിക്ക് നിരക്കാത്ത അത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ മീനാക്ഷിയമ്മയ്ക്കും കഴിയുമായിരുന്നില്ല. പോട്ടെ മോളെ, നീ പറഞ്ഞതാണ് ശരി. എന്തു വന്നാലും ഇത് നമുക്ക് വേണ്ട. അവർ സമ്മതിച്ചു. പിന്നെ ചെല്ലന്റെ നേരെ തിരിഞ്ഞു. ചെല്ല, നീ ഇവിടെ നിൽക്ക്. ഞങ്ങള് പോയി നിനക്കുള്ള ആഹാരം കൊണ്ടുവരാം. മീനാക്ഷിയമ്മ അയലിൽ നിന്ന് തന്റെ തോർത്തെടുത്തു.
ശർക്കരയ്ക്ക് പതിവായി കാവൽ കിടക്കുന്നത് ചെല്ലനായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ എതിർത്തു. അയ്യോ അമ്മച്ചി, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ കിടക്കാൻ മേല. അവന്റെ ശബ്ദത്തിൽ പോലും വിറയൽ. മീനാക്ഷി അമ്മയും ദുർഗയും മുഖാമുഖം നോക്കി. ചെല്ലനെ കുറ്റപ്പെടുത്താൻ അവർക്കായില്ല. ഒരു കാറ്റ് വീശി, കരിമ്പോലകൾ ഉലഞ്ഞു. ആ ശബ്ദം പോലും ചെല്ലനെ കിടിലം കൊള്ളിച്ചു. ഇവന് നമ്മളോടൊപ്പം പോരട്ടമ്മേ, വെളുപ്പിന് നമുക്ക് ഒന്നിച്ചു പോരാ, ദുർഗ പറഞ്ഞു. അപ്പോ ഇവിടുത്തെ കാര്യമോ? പിടിച്ചു വെച്ച ശർക്കര ആരെങ്കിലും എടുത്തോണ്ട് പോയാ? മീനാക്ഷി അമ്മയ്ക്ക് സംശയം. പോണെങ്കിൽ അതങ്ങ് പോട്ടെ, റാന്തൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോ ഇവിടെ ആളുണ്ടെന്ന് മറ്റുള്ളവർ കരുതിക്കോളും. അത് മതി അമ്മച്ചി, അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോ ഞാൻ ചത്തു കിടക്കുന്നതാവും നിങ്ങൾ കാണുന്നേ. ചെല്ലന്റെ വാക്കുകൾ അവരുടെ ഉള്ളിൽ തട്ടി. എങ്കി നീയും പോരടാ. ചെല്ലന് ആശ്വാസമായി. ഇരുളിൽ തപ്പി തടഞ്ഞ് അവൻ അവിടെ നിന്നിറങ്ങി. താഴെ നിന്ന് റോഡ് വലിച്ചു കീറുന്ന ശബ്ദത്തിൽ ഒരു വാഹനം കയറ്റം കയറി വരുന്നുണ്ടായിരുന്നു. അവര് നമ്മളെ കാണണ്ട. മൂവരും റോഡരികിലെ കരിമ്പിൻ തോട്ടത്തിലേക്ക് കയറി. ഒരു പെരിച്ചാഴി ചീറ്റിക്കൊണ്ട് ഓടിപ്പോയി. ചേച്ചി, ചെല്ലൻ ദുർഗയുടെ കയ്യിൽ പിടിമുറുക്കി. ഒരു ടെമ്പോ അവർക്ക് മുന്നിലൂടെ ഇരച്ചു കയറിപ്പോയി. 10 മിനിറ്റ് കൊണ്ട് മൂവരും വീട്ടിലെത്തി. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു വീട്, പുല്ലുമേഞ്ഞത്. മീനാക്ഷി അമ്മ മടിത്തുമ്പിൽ കെട്ടിയിരുന്ന താക്കോൽ എടുത്തു. ദുർഗ ഭിത്തിയിലെ സ്വിച്ച് ഇട്ടു. മഞ്ഞിനും ഇരുളിനും ഇടയിൽ ഒരു മഞ്ഞലൈറ്റ് കത്തി. മീനാക്ഷി അമ്മ വാതിൽ തുറന്നു. മൂവരും അകത്ത് കടന്നയുടനെ ചെല്ലം വാതിലടച്ചു കൊളുത്തിട്ടു. എന്താടാ, പേടി മാറിയില്ലേ? ദുർഗ അവനെ സൂക്ഷിച്ചു നോക്കി. അവര് ഇനിയും വന്നാലോ ചേച്ചി? വന്നാലോ? ദുർഗ പെട്ടെന്ന് കട്ടിലിനടിയിൽ നിന്ന് കരിമ്പ് വെട്ടുന്ന ഒരു അരിവാളെടുത്തു. കൊല്ലും ഞാനവരെ. അതോടെ ചെല്ലന ആശ്വാസമായി. ഈ നേരത്ത് ലെനിൻദാസും തിരുമൂർത്തിയും മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലുള്ള കുരിശുമലയിലെ ചെരിഞ്ഞ പാറയുടെ നെറുകിയിൽ ഇരിക്കുകയായിരുന്നു. നേരത്തെ നാട്ടുവെളിച്ചത്തിൽ മുനിയറുകൾ ആദിവാസികളുടെ കൊച്ചു വീടുകൾ പോലെ തോന്നിച്ചു. അവിടെ ശരീരം പൊങ്ങി വരത്തില്ലെന്ന് നിനക്ക് ഉറപ്പല്ലേ മൂർത്തി? ലെനിൻ മുന്നിലെ പാറപ്പുറത്തിരുന്ന ബ്രാൻഡി കുപ്പി എടുത്തു. അടപ്പ് കടിച്ചു തുറന്നിട്ട് വായിലേക്ക് ചരിച്ച് 2 കവിൾ അകത്താക്കി, വെള്ളം പോലും ചേർക്കാതെ. പിന്നെ പൊതി തുറന്ന് ഒരു ചിക്കൻ കാലെടുത്ത് കടിച്ചു. എവിടുന്ന്? മൂർത്തി ഒരു തടിച്ച ബീഡി കത്തിച്ചു. 50 കിലോയുടെ 2 ഇരുമ്പ് കട്ടികളാ അവിടെ അരയിലും കഴുത്തിലും ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നത്. മന്നവൻ ചോലയിൽ അവൾക്ക് അന്ത്യനിദ്ര. ഏതെങ്കിലും കാലത്ത് ചോല പറ്റിയ ഒരു പക്ഷേ അവളുടെ അസ്ഥി കിട്ടിയേക്കും. ബീഡിപ്പുകയ്ക്കൊപ്പം തിരുമൂർത്തിയും ഒരു കവിൾ മദ്യം കുടിച്ചു. തണുത്ത കാറ്റ് മൂളലോടെ വീശിക്കൊണ്ടിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ ഇളകി പറന്നു. ലെനിൻ പാറപ്പുറത്ത് മലർന്നു കിടന്നു. നീ ഓർക്കുന്നുണ്ടോ മൂർത്തി? ഇടങ്കയിൽ ശിരസ് താങ്ങി ഉയർത്തിക്കൊണ്ട് ലെനിൻ അകലെയുള്ള മുനിയറയിലേക്ക് വലതു കൈ ചൂണ്ടി. അതിനുള്ളിൽ നിന്നാണ് പോലീസ് അവളുടെ ശവം കണ്ടെടുത്തതും ശിവജിയെ അറസ്റ്റ് ചെയ്തതും. ഓർക്കുന്നുണ്ടോന്നോ? മൂർത്തി ഉറക്കെ ചിരിച്ചു, പിശാചിന്റെ ചിരി പോലെ. ശിവജി അറിയാതെ നിങ്ങളുടെ പിന്നാലെ ഇല്ലായിരുന്നോ ഞാനും? ഇവിടെ വെച്ച് കാര്യം നടന്നില്ലായിരുന്നേല് ഞാൻ അവളെ ചിന്നാർ റൂട്ടിലങ്ങ് കൊണ്ടുപോകത്തില്ലായിരുന്നോ? തിരുമൂർത്തി മീശത്തുമ്പുകൾ മേലേക്കൊന്ന് തള്ളി. പാവം ശിവജി. ലെനിൻ എഴുന്നേറ്റിരുന്ന് ഒരു കവിൾ മദ്യം കൂടി അകത്താക്കി. പടിഞ്ഞാറെ കുന്നിൽ ആദിവാസി കോളനിയിലും ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിലും ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നത് മിന്നാമിന്നികളെ പോലെ മഞ്ഞിനിടയിലൂടെ അവൻ കണ്ടു. കേട്ടോ മൂർത്തി, വാസ്തവത്തിൽ അച്ഛന്റെ മനസ്സിലെ പൂതി ഇത്തവണയും ഇലക്ഷനിൽ മത്സരിക്കണമെന്നാ. ചക്കരക്കുടത്തിൽ കൈയിട്ട് പോയില്ലേ, നക്കണമെന്ന് തോന്നാതിരിക്കുമോ? ലെനിൻ കൈകൾ ഒന്ന് വീശിക്കുടഞ്ഞു. ഷർട്ടിന്റെ മുൻഭാഗത്തെ 2 ബട്ടണുകൾ അഴിച്ചിട്ടു. പക്ഷേ വേണ്ടെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. 10 വർഷം സൂചിച്ചത് മതി. ഇനി നമ്മുടെ ബിസിനസ് ഒക്കെ നോക്കിക്കൊണ്ട് മുതലാളിയായിട്ട് അങ്ങ് കഴിയട്ടെ. അല്ല പിന്നെ, മൂർത്തിയും സമ്മതിച്ചു. ലെനിൻ തുടർന്നു. MLA-യോ മന്ത്രിയോ ആയിക്കഴിഞ്ഞ് എനിക്കിങ്ങനെ എവിടെ വന്നിരിക്കാൻ പറ്റുമോടാ? ഇപ്പോഴത്തെ ഈ ലഹരിയിൽ ഒരു സുന്ദരി കൂടി കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ. ലെനിൻ മാനത്തേക്ക് നോക്കി കൈകൾ വിരിച്ചു പിടിച്ചു. ആരെയാ മുതലാളി ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയട്ടെ? മൂർത്തി ബീഡി വലിച്ചെറിഞ്ഞു. ആ പറ. ദുർഗ അല്ലേ? അതേടാ, സത്യം. ലെനിൻ സമ്മതിച്ചു. എന്തൊരു സൗന്ദര്യമാടാ ആ പെണ്ണിന്, കൊതി തോന്നുവാ.
വേണ്ട, അതും കൂടിയായ ശിവജി കോപ്പ്. അവനെന്നെ എന്ത് പുളുത്താനാടാ? ഈ മറയൂരിൽ അവൻ കാല് കുത്തണമെങ്കിൽ ഞാൻ പറയണം. ലെനിൻ പറഞ്ഞതും പോക്കറ്റിൽ കിടന്നിരുന്ന സെൽഫോൺ ഒന്ന് വിറച്ചു. ലെനിൻ അതെടുത്ത് നമ്പർ നോക്കി. അവന്റെ പുരുകം ചുളിഞ്ഞു. എന്താ സാറേ? അപ്പുറത്തു നിന്ന് അല്പനേരത്തോളം സംസാരം നീണ്ടു. അവന്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി മറയുന്നത് നാട്ടുവെളിച്ചത്തിൽ മൂർത്തി കണ്ടു. അവസാനം കോൾ കട്ട് ചെയ്ത ലെനിൻ പകുതി കഴിഞ്ഞ മദ്യക്കുപ്പിയെടുത്ത് പാറപ്പുറത്ത് ആഞ്ഞെറിഞ്ഞു. സ്കൗണ്ടറൽ! കുപ്പി ചിതറി. മദ്യം പാറയിലൂടെ ഒഴുകിപ്പോയി. ലെനിൻ ഒരു തീപ്പെട്ടി ഉരച്ച് അതിലേക്ക് എറിഞ്ഞു. തീ പിടിച്ച ഒരു നീലപ്പാമ്പ് താഴേക്ക് പോയി. പാമ്പ് മാളത്തിൽ മറിഞ്ഞതുപോലെ ജ്വാല അണഞ്ഞു. എന്താ മുതലാളി? തിരുമൂർത്തി ഉത്കണ്ഠയോടെ അത് നോക്കിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിച്ചത്. നമ്മുടെ ASI സക്കറിയ സാറ്. അത്യാവശ്യം എന്താ? 10 വർഷം പൂർത്തിയായ 209 തടവുകാരെ സർക്കാർ പുറത്തു വിടുന്നുണ്ടല്ലോ. അക്കൂട്ടത്തിൽ ശിവജിയുടെ പേരുമുണ്ടെന്ന്. മൂർത്തി ഒന്ന് ഞെട്ടി. എങ്കിലും പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഈ മറയൂരിൽ അവൻ കാല് കുത്തത്തില്ല മുതലാളി. കുത്തിയാ പിന്നെ അവനില്ല. നമ്മൾ വെറും കാഴ്ചക്കാരായി നിന്നു കൊടുത്താൽ മാത്രം മതി. പണി പിള്ളേര് പറ്റിച്ചോളും. മതി, അത് മതി. ലെനിന് സന്തോഷമായി. പക്ഷേ പ്രശ്നം അവിടം കൊണ്ട് മാത്രം തീരുന്നില്ല. സുനന്ദയുടെ തന്ത അവളെ കാണാനില്ല എന്ന പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. എന്നെ കാണാനാണ് അവൾ പോന്നതെന്ന് അയാൾ SIയോട് തീർത്ത് പറഞ്ഞു പോലും. കഴിവേറി മോൻ. മൂർത്തി പല്ലിറുമ്മി. ആ SI ധർമ്മരാജനാണെങ്കിൽ എന്റെ പേര് കേൾക്കുന്നതേ ചതുർത്ഥിയ. പഴയ ഒരു ചുരുക്ക്, പന്ന കഴിവേറി. അത് മുതലെടുക്കാൻ ശ്രമിക്കും. ഞാൻ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന നേരത്ത് വലത് സംഭവിക്കില്ല, മൂർത്തി തീർത്തു പറഞ്ഞു. മറയൂർക്കാട്ടിൽ ചന്ദനമരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ചന്ദനമുട്ടി കൊണ്ട് തന്നെ അവന് ഞാൻ പട്ടട തീർക്കും. മുതലാളി നോക്കിക്കോ. മൂർത്തി പറഞ്ഞ അത് നടന്നിരിക്കുമെന്ന് ലെനിനറിയാം. ഏതായാലും ഈ രാത്രിയിൽ നമ്മൾ ധർമ്മരാജന്റെ മുന്നിൽ എത്താൻ പാടില്ല. അയാൾ സുനന്ദയെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇരുവരും എഴുന്നേറ്റു. ശ്രദ്ധയോടെ പാറപ്പുറത്തുകൂടി താഴേക്ക് ഇറങ്ങി തുടങ്ങി. കാലൊന്ന് വഴുതിയാൽ പിടിച്ചു നിൽക്കാൻ ഒരു കുറ്റിച്ചെടി പോലുമില്ല. ചെന്നു വീഴുന്നത് സ്കൂൾ മുറ്റത്തായിരിക്കും. കാന്തല്ലൂരെ കരിമ്പുംകാടുകൾ കനത്ത മഞ്ഞിൽ തണുത്ത് വിറങ്ങലിച്ചു നിന്നു. കരിമ്പോലകളിൽ നിന്ന് മഞ്ഞിൻ തുള്ളികൾ ഇറ്റുവീണു. പൊടുന്നനെ ഒരു നിലവിളി. അയ്യോ, എന്നെ കൊല്ലല്ലേ! ദുർഗ ഞെട്ടിയുണർന്നു. ചുറ്റും അവൾ പകച്ചു നോക്കി. ജനാലപ്പഴുതിലൂടെ വെളിച്ചത്തിന്റെ നൂൽരേഖകൾ അകത്തേക്ക് വരുന്നു. നേരം വെളുത്തോ? അപ്പോ ഞാൻ കേട്ട അലർച്ച. പെട്ടെന്ന് ശ്വാസം മുട്ടിപ്പിടയുന്ന ഒരു ശബ്ദം കൂടി. ദുർഗ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ് തറയിലേക്ക് നോക്കി. അവിടെ കഴുത്തിൽ കൈ അമർത്തി പിടയുന്നു ചെല്ലൻ. അടുക്കളയിൽ നിന്നും മീനാക്ഷി അമ്മ ഓടിയെത്തി. എന്താ മോളെ? അവൾ തറയിലേക്ക് കൈ ചൂണ്ടി. ചെല്ല, എടാ ചെല്ല! മീനാക്ഷി അമ്മ അവനെ കുലുക്കി വിളിച്ചു. കൊല്ലല്ലേ! അവൻ നടുങ്ങി കണ്ണു തുറന്നു. വെട്ടിവിറക്കിയാണ് ആ ശരീരം. ചെല്ല, ഇത് ഞാനാടാ! മീനാക്ഷി അമ്മ അവന്റെ നെറ്റിയിൽ കൈവച്ചു. പൊള്ളുന്ന ചൂട്. മോളെ, ഇവന് പനിയാ. അവർ ദുർഗയുടെ നേരെ തിരിഞ്ഞു. പേടിച്ച് പനി പിടിച്ചതാവും. അവളും അവന്റെ അടുത്തിരുന്നു. ചെല്ല, നേരം വെളുത്തടാ. അവനത് കേട്ടില്ലെന്ന് തോന്നി. അടുത്ത നിമിഷം വാതിലിൽ ആരോ തട്ടി. ദുർഗയും മീനാക്ഷി അമ്മയും മുഖാമുഖം നോക്കി. വാതിലിൽ തട്ടുന്നതിന് ശക്തിയേറി. ആരുമില്ല ഇവിടെ? ഒരു കനത്ത ശബ്ദം. ദുർഗ എഴുന്നേറ്റ് വാതിൽക്കിലേക്ക് നീങ്ങി. കൊളുത്തെടുത്തു. വാതിൽപ്പാളി തുറന്നതും ഒരു കൂന മഞ്ഞ് അവളെ വന്നു മൂടി. തൊട്ടടുത്ത വസ്തുക്കൾ പോലും കാണാനാവാത്ത മഞ്ഞ്. ഹോ! ദുർഗ പുറത്തേക്ക് തുറച്ചു നോക്കി. മഞ്ഞിൽ പൊതിഞ്ഞ ഒരു രൂപം വാതിൽക്കൽ. കാഴ്ച അല്പം കൂടി വ്യക്തമായതും അവൾക്ക് ഇടുങ്ങിപ്പോയി. അമ്മേ! ഒരു പതിഞ്ഞ ശബ്ദം അവളുടെ തൊണ്ടയിൽ നിന്നുയർന്നു. അപ്പൊ കുറെ നാളായിട്ട് എന്നെ കാണാത്തത് കൊണ്ട് ഒത്തിരി കൂട്ടുകാർ കമന്റ്സിലൂടെ ചോദിച്ചിരുന്നു എൻ്റെ വിശേഷങ്ങളൊക്കെ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ടായിരുന്നു ഞാൻ ഒരുപാട് നാളായിട്ട് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ എന്നെ കാണാതിരുന്നപ്പോൾ ഒരുപാട് പേര് ചോദിക്കാനുണ്ടായല്ലോ എന്നൊരു സന്തോഷം എനിക്ക് ഉണ്ട് ഉള്ളിൽ. കുറച്ച് ദിവസം കാണാതിരുന്നപ്പോൾ നമ്മൾ അന്വേഷിക്കാനും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊരു സന്തോഷം. പിന്നെന്താ പറയുക, അപ്പോൾ വീണ്ടും പതിവ് പോലെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. ദിവസേന ഇല്ലെങ്കിലും
ഒരു ഒന്നരാടം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതുപോലെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്താ പറയുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ ദൈവം എന്നെ സഹായിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.